നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് ഒരുപക്ഷെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മായുന്ന മോഹമല്ല അതിവേഗ റെയിൽപാത എന്നത്. റെയിലിൻ്റെ കുറ്റികളെല്ലാം പിഴുതെറിഞ്ഞു. പക്ഷേ നമുക്ക് അതിവേഗ റെയിൽപാത അതിവേഗം ബഹുദൂരം പോകണം. ആ ആഗ്രഹം ഉള്ളിൽ തന്നെയുണ്ട്. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടുത്തയാഴ്ച വരാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ പുറത്തു വരുന്നത്? തീർച്ചയായും സിൽവർ ലൈനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ UDF ഉന്നയിച്ചിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കർശനമായിട്ടുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അതിനെ റെയിൽ വിരുദ്ധ സമിതി ഉൾപ്പെടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും CPM-ന്റെ ഒരു ക്യാമ്പയിൻ നിലനിൽക്കുന്നത് വികസന വിരുദ്ധരാണ് എന്നുള്ള നിലയിലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി അതിനെ എതിർത്തെങ്കിൽ പോലും മറിച്ച് അതിന് ബദലായിട്ടൊരു പദ്ധതി വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും സർക്കാരിന് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ശ്രീധരൻ കൊണ്ടുവന്ന ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി വിദഗ്ധ സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പദ്ധതി നമുക്ക് നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലായി പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് 60,000 കോടിയുടെ പദ്ധതിയാണ്. പക്ഷേ ആ ഒരു എസ്റ്റിമേറ്റിൽ ആ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ല. കൂടുതൽ തുക ഇതിനായി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒപ്പം തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യമുണ്ട്. അതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തന്നെയാണ് സമിതിയുടെയും തീരുമാനമെന്ന് പറയുന്നത്. ഇത് തൂണുകളിലൂടെയാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ട്രെയിൻ കടന്നു പോകുന്നത് എങ്കിൽ പോലും കേരളത്തിൻ്റെ മണ്ണിൻ്റെ വിവിധ പ്രശ്നങ്ങളൊക്കെ തന്നെയുമുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതൊക്കെയും പദ്ധതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ചെലവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർന്നു വരുന്ന ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ചർച്ചയിലുണ്ട് എങ്കിൽ പോലും അത് ഏത് വിധേന ഈ പണം കണ്ടെത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചോദ്യം അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് വിദഗ്ധ സമിതി നൽകിയത്. തീർച്ചയായും അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. അതിവേഗ റെയിൽ പാതയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് അടുത്തയാഴ്ച വരാനിരിക്കെ വിദഗ്ധ സമിതി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നീക്കുപോക്കുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇബിയാണ് വിവരങ്ങൾ നൽകിയത്.